ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനവും അതുപോലെ തന്നെ 20-ഉം 21-ഉം തിരുവചനവും അതേ അധ്യായത്തിൽ തന്നെ. അങ്ങനെ രണ്ട് തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. 14-ാമത്തെ തിരുവചനം നമുക്ക് നോക്കാം. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു മകനോ മകളോ ഏതെങ്കിലും വിധത്തിലൊക്കെ പീഡനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുക. പീഡിപ്പിക്കുന്നവരെ ശപിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ അധിക്ഷേപിക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ അല്ല ചെയ്യേണ്ടത്, അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ തിരുവചനം കൂടി നമുക്ക് നോക്കാം. 20-ാമത്തെ തിരുവചനം റോമ 12:20-ഉം 21-ഉം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനത്തിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. അപ്പോൾ തിന്മയായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവരാരെങ്കിലും നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്താൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ക്രിസ്തുവിൻ്റെ മകനോ മകളോ ആണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ അതുപോലെ നടക്കുന്നവനായിരിക്കണം. അതാണ് ക്രിസ്ത്യാനി. അല്ലാതെ മാമോദിസ സ്വീകരിച്ചോ അല്ലെങ്കിൽ സ്നാനം സ്വീകരിച്ചോ ഇതൊന്നും കൊണ്ട് അവനൊരു ക്രിസ്ത്യാനി ആകുന്നില്ല. ക്രിസ്തു എങ്ങനെ നടന്നോ അതുപോലെ നടക്കാൻ സാധിക്കണം. ഒരു കർണത്തടിക്കുന്നവനും മറുകർണം കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ, അല്ലാതെ തിരിച്ചടിക്കുന്ന അവസ്ഥയല്ല. അപ്പോൾ നമ്മളെ ദൈവപിതാവ് അറിയാതെ, പുത്രനായ യേശു ക്രിസ്തു അറിയാതെ, പരിശുദ്ധാത്മാവ് അറിയാതെ ഒന്നും നമ്മുടെ ഒന്നും ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ഒരു വ്യക്തി നമ്മളെ പീഡിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി അന്ധകാരത്തിലാണ്. അപ്പോൾ ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? നമ്മളുടെ പ്രവൃത്തികൾ കണ്ടാണ് അവർ മാനസാന്തരപ്പെടേണ്ടത്. നമ്മൾ തിരിച്ച് തിന്മ തന്നെയാണ് ചെയ്യണമെങ്കിലോ? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണ് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെ, നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ നമ്മൾ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും അവന് വിശക്കുന്നെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവൻ്റെ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അവിടെയെല്ലാം നമ്മൾ കൂടെ നിന്നുകൊണ്ട് അവനെ സഹായിക്കാനും തുടങ്ങുമ്പോൾ അവിടെയാണ് ഒരു ക്രിസ്ത്യാനി ഉടലെടുക്കുന്നത്. ക്രിസ്തു അവിടെയാണ് ജീവിക്കുന്നത്. ആ ഒരു തലത്തിലേക്കാണ് മാമോദിസായിലൂടെ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറന്നു പോകണ്ട. അപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ ചില വീഡിയോകളൊക്കെ കാണാറുണ്ട്. യൂട്യൂബിലൊക്കെ പല അവിടെ പീഡനം നടക്കുന്നു, ഇവിടെ പീഡനം നടക്കുന്നു. എത്രയോ പേര് ക്രിസ്തുവിനെ പ്രതി തല കുനിച്ചു കൊടുക്കുന്നു, കഴുത്തറുത്ത് എത്രയോ പേര് മരിക്കുന്നു. ISS ഭീകരർ, അതുപോലെയുള്ള ഭീകര സംഘടനകൾ അവരുടേതായിട്ടുള്ള അവരുടെ അറിവിൻ്റെ മ്ലേച്ഛതകൾ നിമിത്തം, അവരുടെ തെറ്റായ ചില പഠനങ്ങൾ നിമിത്തം അവർ മനുഷ്യരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചാൽ സ്വർഗത്തിൽ പോകുന്നോ ഒക്കെയുള്ള മിഥ്യാധാരണകൾ അവിടെ പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈശോയെ പ്രതി, അവർ ഈ കഴുത്ത് നീട്ടി കൊടുക്കുന്നവർ സന്തോഷത്തോടെയാണ് കഴുത്ത് നീട്ടി കൊടുക്കുന്നത്, അല്ലാതെ ഇതൊന്നുമല്ല. ക്രിസ്തുവിനെ പ്രതി പീഡകൾ സഹിച്ചവരാണ് ഈ വിശുദ്ധാത്മാക്കളെല്ലാം. എത്രയോ മനുഷ്യർ ഇന്ന് വിശുദ്ധാത്മാക്കളായിട്ട് പേരറിയാൻ പറ്റാത്ത എത്രയോ പേര് മരിച്ചു പോകുന്നു ക്രിസ്തുവിനെ പ്രതി സഹനങ്ങളിലൂടെ. ദൂരേട്ടൊന്നും പോകണ്ട, നമ്മുടെ നാടുകളിൽ തന്നെ സംഭവിക്കുന്നില്ലേ? എത്രയോ പേർ സുവിശേഷത്തെ പ്രതി അഗ്നിക്കിരയായി, എത്രയോ പേർ വെട്ടേറ്റ് മരിച്ചു, കുത്തേറ്റ് മരിച്ചു. സിസ്റ്റർ ആനി മരിയ ഉദാഹരണം. അങ്ങനെ എത്രയോ പേര് നമ്മൾ നോക്കിയാൽ അങ്ങനെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം സുവിശേഷത്തെ പ്രതി പീഡകൾ സഹിച്ചവരാണ്. അവരാരും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരുടെ കുടുംബങ്ങൾ പോലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ക്രിസ്തുവിനെ പ്രതി അവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരങ്ങൾ ഇഷ്ടം പോലെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്. തിരിച്ചു ഉപദ്രവിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാനും ഈശോ നടന്ന വഴി. സ്തെഫാനോസ് ചെയ്തതെന്താ?
ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തതെന്താ? എല്ലാം നമ്മൾക്ക് മാതൃകയായി നൽകിയതാണ്. അതൊക്കെയാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത്. എത്ര കാലം ഇനി ജീവിക്കും നമ്മളിവിടെ ഈ ഭൂമിയിൽ? സഹനങ്ങളിലൂടെ കടന്ന് നിത്യതയിലേക്ക് കടന്നു പോകാം. സഹനം വന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, 2 കൈ നീട്ടി സ്വീകരിക്കാൻ. ബ്രദറിന് ഇതൊക്കെ പറയാമെന്ന് നിങ്ങൾ പറയും. ഞാനും ഇതുപോലെയൊക്കെ ഒത്തിരി സഹനങ്ങളിലൂടെ, ഒത്തിരി കുറ്റപ്പെടലിലൂടെ, ഒത്തിരി വേദനകളിലൂടെ, ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെ എന്നെ നയിച്ചതാണ്. അവിടെയെല്ലാം അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, ആരെല്ലാം എനിക്കെതിരെ നിന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം ഇന്ന് എന്നോടൊപ്പമാണ്. അവരോട് ആരോടും എനിക്ക് യാതൊരു വെറുപ്പും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഈശോ അവരെല്ലാം എനിക്ക് നൽകിയിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഞാനിതൊന്നും പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ജീവിതാനുഭവങ്ങളിലൂടെ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. കണ്ടതോ കേട്ടതോ ഒന്നുമല്ല, ജീവിതാനുഭവങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഈശോ സന്തോഷിക്കും, സ്വർഗത്തിൽ നമുക്കൊരിടം ലഭിക്കും. ഈ വചനത്തിൻ്റെ അനന്തമായ ശക്തി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവർ വസിക്കുന്ന ദേശത്തിൻ്റെ മേലും ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.